വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത വന്നതിൽ ദേശാഭിമാനിയെ തള്ളി CPIM. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി കള്ളക്കളി തുടരുന്നു. സതീഷിന് എല്ലാം അറിയാമായിരുന്നു. ദേശാഭിമാനിയിലാണ് ആദ്യം വാർത്ത വന്നതെന്ന് VD സതീഷിന്റെ വാദം ശരിയല്ല. ജൂൺ 1-ന് ടൈംസ് ഓഫ് ഇന്ത്യയിലും ജൂൺ 3-ന് മാതൃഭൂമിയിലും വാർത്ത വന്നിരുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. CPIMുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി പത്രമല്ല, ജൂൺ 1-ാം തീയതി എക്കണോമിക്സ് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ജൂൺ 3-ന് മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. വാർത്ത വസ്തുത ഇതായിരിക്കുമ്പോഴാണ് പച്ച കള്ളം പറഞ്ഞ് ദേശാഭിമാനിയെയും പാർട്ടി നേതൃത്വത്തെയും ഇതിൻ്റെ ഭാഗമായി വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത്. ദേശാഭിമാനി വന്നു, ദേശാഭിമാനി വരാൻ പാടില്ല, അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരൂലേ, അത്രയേ ഉള്ളൂ. അത് കണ്ടാൽ മതി. അങ്ങനെ അതിൻ്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഇനി കാര്യം.